കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് അഥവാ നിത്യമരണത്തെക്കുറിച്ച് ആകുന്നു. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ഇത് ദുഷ്ടന്മാർക്കും പിശാചിനും വേണ്ടി മാത്രം ഉള്ളതായ ഒരു മരണമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ മരണം എന്നതോ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മനുഷ്യരെ ചേർത്തുകൊണ്ട് പോയതിന് ശേഷം മൂന്നാമത് വരുമ്പോൾ മനുഷ്യർക്ക് ദൈവം നിത്യനാശം വരുത്തുകയും ഈ മരണം രണ്ടാമത്തെ മരണമായി വേദപുസ്തകത്തിൽ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു. ഈ രണ്ടാമത്തെ മരണം എന്നതോ ഈ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളമായ മരണം. ഒന്നാമത്തെ മരണം എന്നതോ അത് പാപകാരണമായി സകല മനുഷ്യരിലും വ്യാപരിക്കുന്നതായ ഒരു പ്രക്രിയ. എന്നാൽ ഈ പാപത്തിൻ്റെ ശമ്പളമായിരിക്കുന്നതായ മരണമോ അത് ദുഷ്ടന്മാർക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ളതായ ഒരു മരണമാണ്. ഇത് രണ്ടാമത്തെ മരണമെന്ന് വേദപുസ്തകം പറയുന്നു. ഒരു മനുഷ്യൻ പാപം ചെയ്ത് അവൻ ദൈവത്തോട് നിരന്നു കഴിയുമ്പോൾ ദൈവം അവൻ്റെ ആ പാപം മായ്ച്ചു കളയുകയാണ് പതിവ്. അപ്രകാരമാണ് വേദപുസ്തകം പറയുന്നതും. എന്നാൽ ആ പാപം ഏറ്റുപറയാതെ ദൈവത്തോട് മറുത്തു മത്സരിച്ച് നിൽക്കുന്നതായ ഒരു മനുഷ്യനെ ദൈവം ഇപ്രകാരമുള്ളതായ രണ്ടാം മരണത്തിന് യോഗ്യനാക്കി തീർക്കും എന്ന് പറയുന്നു. കാരണം ക്ഷമിക്കപ്പെടാത്തതായ പാപം, ഏറ്റുപറയാത്തതായ പാപങ്ങൾ, ഇതൊക്കെയും അവന് മരണകാരണമായി ഭവിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ദുഷ്ടന്മാർ 2 പ്രാവശ്യം മരിക്കുകയും വിശുദ്ധന്മാർ അവർ ജീവിച്ചിരുന്ന് മരിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേറ്റ് പിന്നെ മരിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. 1 തെസ്സലോനിയർ 4-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്ത് എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമോ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. വിശുദ്ധന്മാരെക്കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ മരണം കഴിഞ്ഞതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് കൂടെ ഇരിക്കും. ജീവനോടിരിക്കുന്നതായ വിശുദ്ധന്മാരോ അവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. ഈ സമയത്ത് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതായ സമയത്ത് ദുഷ്ടന്മാരായി ജീവിച്ചിരിക്കുന്നവർ അവർ കർത്താവിൻ്റെ ശോഭ കണ്ട് അവർ മരിച്ചു വീഴും എന്ന് തിരുവചനം പറയുന്നു. എന്നാൽ മരിച്ചു കിടക്കുന്നതായ ദുഷ്ടന്മാരോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം പറയുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു, അവന് രണ്ടാം മരണത്തിന്മേൽ അവകാശമില്ല. ആയതുകൊണ്ട് തന്നെ ഒന്നാമത്തെ മരണത്തിൽ ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല, മറിച്ച് രണ്ടാമത്തെ മരണം വരാൻ വേണ്ടി ദുഷ്ടന്മാർ ഇതാ മറ്റൊരു അവസരത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: പിന്നെ ഞാൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവൻ. ഇന്ന് ഇവിടെ നിത്യ അഗ്നി എന്താണ് എന്ന് പറഞ്ഞ് വിവരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു വാക്കിൽ പറഞ്ഞുകൊള്ളട്ടെ, നിത്യ അഗ്നി എന്ന് പറയുന്നത് നിത്യമായി ദഹിപ്പിക്കുന്ന അഗ്നി, എന്നേക്കുമായി നശിപ്പിക്കുന്നതായ അഗ്നി. പിശാചിനും അവൻ്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ഈ അഗ്നിയിൽ ദുഷ്ടന്മാരെയും പിശാചിനെയും എന്നേക്കുമായി നശിപ്പിച്ച് കളയും എന്ന് തിരുവചനം പറയുന്നു. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു: 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. എന്തുകൊണ്ടാണ് ഈ മരണങ്ങളുടെ മധ്യത്തിൽ ഒരു 1000 ആണ്ട് എപ്രകാരം വരുന്നു? കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വന്ന് വിശുദ്ധന്മാരുമായി സ്വർഗാരോഹണം ചെയ്തു പോയതിന് ശേഷം 1000 ആണ്ട് ഇവിടെ ഭൂമിയിൽ
പാഴും ശൂന്യവുമായി കിടക്കുന്നതായ ഒരവസ്ഥ, സാത്താനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയാതെ ആക്കുന്നതായ ഒരവസ്ഥ, ഭൂമിയിൽ മനുഷ്യരാരും ജീവിച്ചിരിപ്പില്ലാത്തതായ അവസ്ഥ, എഹെസ്കേലിൻ്റെയും യിരെമ്യാവിൻ്റെയും പ്രവചനം അടിസ്ഥാനത്തിൽ ഭൂമി പണ്ട് ആയിരുന്നതുപോലെ ആയിരിക്കുന്നതായ ഒരു അവസ്ഥയുണ്ടാകും. ഈ അവസ്ഥയുണ്ടാകുന്നതായ സമയത്ത് ആ അവസ്ഥയുടെ അവസാനത്തിൽ, അതിൻ്റെ അന്തരത്തിൽ, അവസാനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രിയ നഗരവുമായി ഭൂമിയിലേക്ക് കടന്നു വരുന്നതായ ഒരു അവസരമുണ്ട്. ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതായ അവസരത്തിൽ ദുഷ്ടന്മാർ ഒരുമിച്ച് കൂടി ഈ പ്രിയ നഗരത്തെ വളയുവാൻ തക്കവണ്ണം ശ്രമിക്കും എന്ന് തിരുവചനം പറയുന്നു. വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നത്, അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളുമായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. ഇവിടെ വേദപുസ്തകം പറയുന്നത് മാഗ്, ഗോഗോഗ് എന്നീ ആൾക്കാരുമായി, മാഗ്, ഗോഗോഗ് എന്ന് പറയുന്നത് നാം വേദപുസ്തകം കാര്യമായി പഠിക്കുകയാണ് എങ്കിൽ, പണ്ട് ഏലിയാ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ നിൽക്കുന്നതായ സ്ഥലത്ത് അവിടെ മഗോഗ് അല്ലെങ്കിൽ മെഗഡോ എന്ന് പറയുന്നതായ ഒരു കുന്ന് ഉണ്ടായിരുന്നു. ആ കുന്നിൻ്റെ പുറത്താണ് ഏലിയാ പ്രവാചകൻ ഈ കർമ്മേൽ എന്ന് പറയുന്നതായ സ്ഥലത്ത് ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം ഇരയായി തീർന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ മാഗോഗ് എന്ന് പറയുന്നത് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായ അന്യ ദൈവങ്ങളെ ഭജിച്ച് സ്വർഗത്തിലെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നതായ കൂട്ടരെ പ്രതിദാനം ചെയ്യുന്നു. അപ്രകാരം സാത്താനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായ മനുഷ്യരെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് തൻ്റെ വിശുദ്ധ നഗരവുമായി ഭൂമിയിലേക്ക് പുറപ്പെട്ടു വരുമ്പോൾ ഇവർ സാത്താൻ്റെ കക്ഷിയിൽ ചേർന്ന് നിന്നുകൊണ്ട് സാത്താൻ്റെ നേതൃത്വത്തിൽ ഈ പ്രിയ നഗരത്തെ വളയുവാൻ തക്കവണ്ണം വരും. വേദപുസ്തകം പറയുന്നത് ഈ യുദ്ധത്തെ അല്ലെങ്കിൽ ഈ പ്രക്രിയയെ ഹർമഗദോൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആർമഗദോൻ എന്നുള്ളതായ ഒരു പദമുണ്ട്. എന്ന് പറഞ്ഞാൽ അവസാനത്തെ യുദ്ധം, സത്യവും അനീതിയും തമ്മിൽ പോരാടുന്നതായ ഒരു അവസരം, സ്വർഗത്തിലെ ദൈവവും പിശാചിൻ്റെ ശക്തികളും തമ്മിൽ മാറ്റുരയ്ക്കുന്നതായ ഒരവസരം, പിശാചിനെയും അവൻ്റെ സന്തതികളെയും നിത്യമായി നശിപ്പിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ഏറ്റുമുട്ടുന്നതായ ഒരു അവസരം. ഈ അവസരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇന്ന് പല മനുഷ്യരും ഹർമഗദോൻ എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളുമായി യുദ്ധം ചെയ്തതിനെ ഹർമഗദോൻ എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഇവിടെ അതെല്ലാം വിശദീകരിക്കാനുള്ളതായ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പൊയ്ക്കൊള്ളട്ടെ. ഹർമഗദോൻ എന്ന് പറഞ്ഞാൽ ദൈവവും ദൈവത്തിൻ്റെ ജനവും സാത്താനും സാത്താൻ്റെ ജനവും തമ്മിൽ ഏറ്റുമുട്ടുന്നതായ ഒരു യുദ്ധമായിരിക്കും. അത് ലോകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ സീൻ ആയിരിക്കും. അതിനുശേഷം ഈ കാണുന്നതായ ലോകമോ ഈ കാണുന്നതായ ലോകത്തിൻ്റെ മോഹങ്ങളോ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. ഭൂമി ഒരു പുസ്തക ചുരുൾ പോലെ ചുരുട്ടി അത് എങ്ങുമില്ലാതെയായി പോകും എന്ന് തിരുവചനം പ്രസ്താവിക്കുന്നു. ഇത് അന്ത്യത്തിൽ നടക്കുന്നതായ പ്രക്രിയയാണ്. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 8-ാം വാക്യം ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളുമായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. വേദപുസ്തകം പറയുന്നത് ഈ അവസരത്തിൽ, വെളിപാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറയുന്നത്, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും, എന്നാൽ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ ദഹിപ്പിച്ച് കളയും. ആകാശത്ത് നിന്ന് തീ ഇറക്കിയതായ അവസരങ്ങൾ മറ്റ് പലതുമുണ്ട്. ഹർമഗദോനിൽ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം തീയിറക്കി യാഗത്തെ ദഹിപ്പിച്ചു. സോദോം ഗോമോറയിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിച്ചു. ഇപ്രകാരമുള്ളതായ അവസരങ്ങളിലൊക്കെയും സ്വർഗത്തിൽ നിന്ന് തീയിറക്കുകയും അതിനെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു. ഇതാ വേദപുസ്തകം പറയുന്നത്, ഈ അവസരത്തിൽ അന്ത്യ പോരാട്ടത്തിൽ കർത്താവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഈ സ്വർഗത്തിലെ സൈന്യത്തെ വളയുന്നതായ ഈ മാഗ്, ഗോഗോഗ്, പിശാചിൻ്റെ നേതൃത്വത്തിൽ വരുന്നതായ സകല മനുഷ്യരെയും ആകാശത്തു നിന്ന് തീ ഇറക്കി അവരെ ദഹിപ്പിച്ചു കളയും എന്ന് തിരുവചനം പറയുന്നു. കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആ നാളിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തമ്മിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു.
ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് ഒത്ത വിധി ഉണ്ടായി. ആ നാളിൽ സമുദ്രം തങ്ങളിൽ മരിച്ച ദുഷ്ടന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. ഭൂമി തന്നിൽ മരിച്ചതായ ദുഷ്ടന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. എവിടെയൊക്കെ ദുഷ്ടന്മാർ മരിച്ചു കിടക്കുന്നു, എവിടെയൊക്കെ അവരെ അടക്കം ചെയ്തിരിക്കുന്നു, എവിടെയൊക്കെ അവർ മണ്ണിൽ മറഞ്ഞ് ഇട്ടിരിക്കുന്നുവോ അവിടെ നിന്നൊക്കെ അവർ ഉയർത്തെഴുന്നേറ്റ് വരും. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ നിന്ന് അവർ ചെയ്തതായ ഫലത്തിന് ഒത്തവണ്ണം പ്രതിഫലം വാങ്ങിക്കേണ്ടതിന്. അവർ കർത്താവിൽ നിന്ന് കർത്താവിൻ്റെ കോപ അഗ്നി വാങ്ങിച്ച് അവർ നശിച്ചു പോകും എന്ന് തിരുവചനം പറയുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായ വിഷയം, നാം ഒരുമിച്ച് ചിന്തിക്കുന്നതായ വിഷയം രണ്ടാമത്തെ മരണത്തെക്കുറിച്ച്, നിത്യമായ മരണത്തെക്കുറിച്ചാണ്. നിത്യ അഗ്നി, നിത്യമായ മരണം എന്നൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതോ അതൊക്കെ നിത്യമായി മനുഷ്യനെയും പാപത്തെയും സാത്താനെയും അവൻ്റെ സൈന്യത്തെയും പാപത്തിൻ്റെ കാരണക്കാരനായിരിക്കുന്നതായ ലൂസിഫറിനെയും തുടച്ചു മാറ്റുന്നതായ ഒരു പ്രക്രിയയാണ് ഇത്, ഈ രണ്ടാമത്തെ മരണം. വേദപുസ്തകം പറയുന്നത്, വെളിപാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഒന്നുകൂടെ കേട്ടുകൊള്ളുക. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം എന്നതോ കർത്താവായ യേശു ക്രിസ്തു മേഘാരൂഢനായി വിശുദ്ധന്മാരെ വന്ന് ചേർത്ത് കൊണ്ടുപോയതിന് ശേഷം അവൻ പുതിയ യെരൂശലേമുമായി ഭൂമിയിലേക്ക് വരുന്നതായ സമയത്ത് സാത്താനും അവൻ്റെ ദൂതന്മാരും കൂടെ ചേർന്ന് അവനോട് ചേർന്നിരിക്കുന്നതായ മനുഷ്യരുമായി ചേർന്ന് ഈ പ്രിയ നഗരത്തെ വളയും. ഈ പ്രിയ നഗരത്തെ വളയുവാനും ആസൂത്രണം ചെയ്യുവാനും ഒക്കെ കുറച്ച് നാൾ ദൈവം അവർക്ക് കൊടുക്കും. വേദപുസ്തകം പറയുന്നത് 1000 ആണ്ട് കഴിയുമ്പോൾ, അതായത് കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വന്ന് തൻ്റെ വിശുദ്ധന്മാരുമായി സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ച് വിടും. അല്പകാലം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് എന്ന് നമുക്കറിയില്ല. എന്നാൽ കുറച്ച് നാൾ അവർക്ക് ഈ ഭൂമിയിലൊക്കെയും യുദ്ധസാധന സാമഗ്രികൾ ഉണ്ടാക്കാനും എല്ലാവരുമായി കൂട്ടുചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ വളരെ ശക്തമായി സംഘടിക്കുവാനുമുള്ളതായ ഒരു സമയം അവർക്ക് ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു. വേദപുസ്തകം പറയുന്നത്, ഈ ലോകത്തുള്ളതായ സകല കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ നിൽക്കുന്നതായ ദുഷ്ടശക്തികൾ, ലോകത്തിൻ്റെ നാശത്തിനും മനുഷ്യൻ്റെ നാശത്തിനുമായി വന്നു ഭവിച്ചതായ എല്ലാ ദുഷ്ടശക്തികളും ഒരുമിച്ച് കൂടി ഈ സമയത്ത് അവർ ദൈവത്തിന് എതിരായി സംഘം ചേരും. ദൈവത്തിനെതിരായി സംഘം ചേർന്നിട്ട് ദൈവത്തിനും കർത്താവിൻ്റെ പ്രിയ നഗരത്തിനും എതിരായി അവർ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം പുറപ്പെടും. ഞാൻ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ഇതാ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അവൻ പുറപ്പെട്ടു. അവർ കടൽക്കരയിലെ മണലിന്മേൽ നിന്നു എന്ന് പറഞ്ഞാൽ വലിയ ജനബാഹുല്യം, ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ ജനത്തെ വളയുവാൻ തക്കവണ്ണം വരുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ നശിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയെ ഇല്ലാതെയാക്കുവാൻ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം നോക്കുന്നതായ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നതായ മനുഷ്യ, നീ ഓർത്തുകൊള്ളുക, ദൈവത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം നോക്കുന്നതായ ഏതൊരു തടസ്സത്തെയും ദൈവം ഉന്മൂല നാശം ചെയ്യും. നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി തടസ്സം ചെയ്തു. ഇതാ ഒരു സുപ്രഭാതത്തിൽ ദൈവം നെബൂഖദ്നേസർ രാജാവിനെ മാറ്റിക്കളഞ്ഞു. പല രാജാക്കന്മാരും ഇപ്രകാരം ദൈവത്തിന് വിരുദ്ധമായി നിന്നു. അവരെ ദൈവം ഉന്മൂലനാശം ചെയ്തു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ അധികായകനായ രാജാവായ ശമൂവേലിനെ ദൈവം തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. രാജാക്കന്മാരെ വാഴിക്കുന്നതും അവരെ രാജ്യത്വത്തിൽ നിന്ന് ഇറക്കിക്കളയുന്നതും സ്വർഗത്തിലെ ദൈവമാണ് എന്ന് ദാനിയേൽ തൻ്റെ പ്രവചനത്തിൽ പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവം ലോകത്തിൻ്റെ ചരിത്രത്തെ ആദ്യം മുതൽ അവസാനം വരെയും കണ്ടിരിക്കുന്നതായ ഒരു ദൈവമാണ്. ലോകത്തിലുള്ളതായ സകല മനുഷ്യരെയും തൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മെ പേർ ചൊല്ലി വിളിച്ചതായ ഒരു ദൈവമാണ്. എൻ്റെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മേൽ രണ്ടാം മരണത്തിൽ അധികാരം ഉണ്ടാകുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് അവൻ ജീവിക്കുന്നവനാണ് എങ്കിൽ അവൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ആയിത്തീരും.
രണ്ടാമത്തെ മരണം അവന് ഉണ്ടാകുകയില്ല. ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നതോ അത് ഒടുവിൽ സംഭവിക്കുന്നതായ കാര്യമാണ്. അത് ദുഷ്ടന്മാർക്കും പിശാചിനും വേണ്ടി മാത്രം ഉള്ളതായ കാര്യമാണ്. അത് അന്ത്യ ന്യായവിധിക്ക് ശേഷം സംഭവിക്കുന്നതായ കാര്യമാണ്. ആ ദുഷ്ട ആത്മസേനയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പാപത്തെയും പാപത്തിൻ്റെ അനന്തരഫലത്തെയും ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റിയതിനു ശേഷം കർത്താവായ ദൈവം പുതിയ ഭൂമിയെയും പുതിയ ആകാശത്തെയും സൃഷ്ടിക്കും എന്ന് തിരുവചനം നമ്മോട് പറയുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഒന്നാമത്തെ ആകാശവും നാം ഈ കാണുന്നതായ ഭൂമിയും അതിൻ്റെ കെട്ടുപണികളും എല്ലാം അഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം കാത്തു ഇരിക്കുകയാണ്. അത് തീർച്ചയായും അഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. എന്നാൽ കൈപ്പണിയല്ലാത്തതായ സ്വർഗത്തിലെ ദൈവം താൻ അടിസ്ഥാനമിട്ടിരിക്കുന്നതായ കർത്താവ് യേശു ക്രിസ്തു ആകുന്നതായ മൂലക്കല്ലിന്മേൽ പണിഞ്ഞിരിക്കുന്നതായ കരങ്ങളാൽ നിർമ്മിക്കപ്പെടാത്തതായ ഒരു സ്വർഗീയ മണിമാളിക നമുക്കായി ഒരുങ്ങിയിരിക്കുന്നു. അത് നമ്മുടെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എൻ്റെ പിതാവിലും വിശ്വസിപ്പൻ, എന്നിലും വിശ്വസിപ്പൻ. കാരണമെന്തെന്നാൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ തക്കവണ്ണം പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമുക്ക് തരുന്നതായ പ്രത്യാശ എത്ര മഹത്തരമാണ്. കർത്താവ് നമുക്ക് തരുന്നതായ ആ മഹത്വകരമായ ആഹ്വാനം നാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതായ സ്വർഗരാജ്യത്തിലും സന്തോഷപൂരിതമായി ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പല മനുഷ്യരും അവരുടെ ആരംഭ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും എന്നാൽ അന്ത്യകാലത്ത് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പലപ്പോഴും സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പലപ്പോഴും പിശാചിൻ്റെ പടിപ്പീരികളിൽ അകപ്പെട്ടു പോയിട്ട് അതിൽ നിന്ന് കരകയറുവാൻ തക്കവണ്ണം കഴിയാതെ വരുന്നതായ അവസ്ഥയുണ്ടാകും. പലപ്പോഴും പിശാച് പറയുന്നതായ കാര്യങ്ങൾ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കി പിശാചിൻ്റെ വലയത്തിൽ അകപ്പെട്ടു പോകുന്നതായ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിലും അവൻ്റെ വരവിലും ദൈവത്തിലും അവൻ്റെ വചനത്തിലും ദൈവത്തിലും അവൻ്റെ പ്രത്യാശയിലും നീ വിശ്വസിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നീ രണ്ടാം മരണത്തിന് യോഗ്യതയുള്ളവനായി തീരുകയില്ല, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനായി തീരുകയും ചെയ്യും. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ നിങ്ങൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായ പ്രിയ സഹോദര അല്ലെങ്കിൽ പ്രിയ സഹോദരി, നീ ഇന്ന് നിൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി ഒരുക്കുമെങ്കിൽ, ദൈവമേ നിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് എൻ്റെ നാളുകൾ കഴിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടന്മാരോട് ചേർന്ന് നശിക്കുവാൻ അല്ല, എന്നാൽ ദൈവമക്കളോട് ചേർന്ന് ഇവനായിട്ടത്രേ ഞങ്ങൾ കാത്തിരിക്കുന്നത്, ഇവൻ ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ തക്കവണ്ണം ദൈവമേ നീ എന്നെ സഹായിക്കുമാറാകണമേ എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അടർത്തിയെടുക്കുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അത് നിത്യമായ സ്നേഹമാണ്. ആ നിത്യമായ സ്നേഹം കൊണ്ട് നമ്മെ മൂടി ഇരിക്കുകയാണ്. രണ്ടാമത്തെ മരണം അത് ഭീകരമായ മരണമാണ്. മരിച്ച് മൺമറഞ്ഞു പോകും. പിന്നെ ലോകത്തിലോ ആ ലോകത്തിൻ്റെ മോഹത്തിലോ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ലോകസുഖങ്ങൾ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. ചിലർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു വന്ന് പോയതിന് ശേഷം 1000 ആണ്ട് ആ സമയത്ത് മനുഷ്യന് ഇപ്രകാരമുള്ളതായ തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ ചെയ്തു പോയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും രക്ഷ പ്രാപിക്കാനുള്ളതായ അവസരമുണ്ടാകും എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായ ധാരാളം പേരുണ്ട്. വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാകിലും ചീത്തയാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം തരുവാൻ തക്കവണ്ണമാണ് കർത്താവ് യേശു ക്രിസ്തു വരുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, മറ്റൊരവസരത്തിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് കൊള്ളാം. മറ്റൊരവസരത്തിൽ ഞാൻ കർത്താവിൻ്റെ വചനത്തെ കേട്ട് അനുസരിച്ച് കൊള്ളാം. മറ്റൊരവസരത്തിൽ ഞാൻ പിശാചിൻ്റെ പ്രവർത്തനം വിട്ട് ഞാൻ പോന്നുകൊള്ളാം എന്ന് പറയുന്നതിന് പകരം ഇന്ന് ആകുന്നു രക്ഷാദിവസം, ഇന്ന് സുപ്രസാദ കാലം, ഇന്ന് കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നാം രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് ഇതാ വേഗം വരുന്നു. കർത്താവ്
കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുന്നു എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് കള്ളനെ പോലെ അല്ല വരുന്നത്. കർത്താവ് വരുന്നതോ സർവ്വദൂതന്മാരുടെയും മഹത്വത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. കർത്താവ് മഹത്വത്തിൽ വരുന്നു. എന്നാൽ ആ നാളും നാഴികയും ആർക്കും അറിയുകയില്ല. ആ ദിവസമോ കള്ളനെ പോലെ വരും. അത് നാം നനച്ചിരിക്കാത്തതായ നാഴികയിൽ വരും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നത്, അന്ന് സകല മനുഷ്യരും നോഹയുടെ കാലത്ത് എന്ന പോലെ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും ഇരിക്കും. സാധാരണ ജോലി ചെയ്തുകൊണ്ടിരിക്കും. മക്കളെ സ്കൂളിൽ വിട്ടിരിക്കും. നാം ജോലിക്ക് പോകുന്നതായ അവസരത്തിലായിരിക്കും. നാം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. ആ സമയത്ത് നാം നമ്മുടെ കണ്ണ് കർത്താവിങ്കിൽ നിന്നെടുത്ത് ലൗകിക കാര്യങ്ങളിൽ ചിന്തിച്ച് നമ്മുടെ ലൗകിക കാര്യങ്ങളുമായി ഈടാർന്ന ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നതായ സമയത്തായിരിക്കാം കർത്താവ് വരുന്നത്. അപ്പോൾ നാം കർത്താവിൻ്റെ കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. കർത്താവ് ഏത് സമയത്ത് വരും എന്ന് ഞാനോ നിങ്ങളോ അറിയുന്നില്ല. എന്നാൽ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നതുപോലെ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവ് താമസിക്കുകയല്ല. എന്നാൽ ഞാനും പ്രിയ സഹോദര നീയും പ്രിയ സഹോദരി നീയും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ ദീർഘക്ഷമ കാണിക്കുകയത്ര ചെയ്യുന്നത്. ആയതുകൊണ്ട് ഇന്ന് ആ കർത്താവിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിച്ചു നോക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ വന്ന് നിൻ്റെ ഹൃദയത്തെ അവന് ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനെയാണ് എങ്കിൽ നീ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനും രണ്ടാം മരണത്തിൽ പങ്കില്ലാത്തവനുമായി തീരും. ഈ രണ്ടാം മരണത്തിൽ പങ്കുള്ളവന് ഒരിക്കലും ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്നെ പേർ ചൊല്ലി ഇന്ന് വിളിക്കുകയാണ്. നീ അവൻ്റെ സന്നിധിയിൽ കടന്നു വരുമോ? ഇന്ന് നീ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിൻ്റെ ഹൃദയത്തെ അവൻ്റെ സന്നിധിയിൽ പകരുമോ? കർത്താവിനോട് പറയുമോ, കർത്താവെ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഞാൻ നിന്നിൽ നിന്ന് അകന്ന് ജീവിച്ചു. ഇന്ന് മുതൽ ഈ സമയം മുതൽ നീ എന്നെ ഏറ്റുകൊള്ളുമാറാകണമേ എന്ന് പറയാമോ? തീർച്ചയായും അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മുടെ സകല പാപങ്ങളും പോക്കി രക്ഷിപ്പാൻ തക്കവണ്ണം പ്രാപ്തനാകുന്നു. അവൻ നമ്മെ നിത്യതയോളം നടത്തുവാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഇന്ന് ഈ ദിവസത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ പാപിയായി ജീവിച്ചു, എൻ്റെ ഹിതപ്രകാരം ജീവിച്ചു. എന്നാൽ എൻ്റെ കർത്താവെ, നിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ നീ അടിയനെ ശുദ്ധീകരിച്ച് ശോധന ചെയ്ത് തിരുസന്നിധിയിൽ നിർത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ പാപം ചെയ്യാതെ അങ്ങയുടെ സന്നിധിയിൽ നേരോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ രണ്ടാം വരവുണ്ടാകുമ്പോൾ അടിയൻ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനായി രണ്ടാമത്തെ മരണത്തിൽ ഓഹരിക്കാരനാകാതിരിക്കുവാനും കർത്താവ് നീ എന്നെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിനും അവൻ്റെ കൂട്ടർക്കുമായി ഒരുക്കിയിരിക്കുന്നതായ ആ നരകത്തിൽ അടിയൻ കടക്കാതിരിക്കേണ്ടതിന് അടിയൻ്റെ കാലുകളെ കർത്താവെ ഇന്ന് അതിൽ നിന്ന് തിരിച്ച് വിടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുവല്ലോ. കൂടുതലായുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കണം എന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ഈ അഡ്രസ്സിൽ, ടി വിയിൽ കാണുന്നതായ ഈ അഡ്രസ്സിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ എഴുതി അറിയിക്കുകയോ ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു വേഗം വരാൻ പോകുന്നു. അവൻ്റെ വരവിങ്കൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണും വരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.